നമ്മള് ഓണായിട്ട് അത്തക്കളം ഞങ്ങൾ ശരിയാക്കണേ. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഓണസദ്യ റെഡിയാക്കാൻ. സംഘത്തിലെ വരിസംഖ്യ അങ്ങനെ അടവുകളൊക്കെ പതിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓണസദ്യയോടനുബന്ധിച്ച് ഞങ്ങൾ ഒരുങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരുള്ളൂ. വൈകുന്നേരം ആയിരിക്കും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും എല്ലാവരും വരാം. അപ്പം ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഞങ്ങളുടെ പിള്ളേരുകളൊക്കെ എല്ലാവരും വരും. അങ്ങനെ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡിയാവും. അപ്പം നമ്മൾ പൂക്കളാണ് കേട്ടോ അന്ന്. അല്ലേ നമ്മളെ പൂജഗണത്തിൽ എത്തിയിരിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും നമ്മൾ ഈ ഗണം കൂടിയിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി നമ്മൾ ഈ ഗണം മുന്നോട്ട് കൊണ്ടുപോകണേ. അപ്പോൾ തുടർന്നും നമ്മുടെ ഈ ഗണം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പഞ്ചായത്തുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സഹകരിക്കുന്നതും നമുക്ക് 10ാം വാർഡിൻ്റെ 16 അയൽക്കൂട്ടങ്ങളുണ്ട്. ആ അയൽക്കൂട്ടത്തിൽ നല്ല ഗണം എന്ന പേരിൽ നമ്മുടെ പൂജഗണത്തിനാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. അവാർഡാണ് ഇതാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. ഒത്തിരി ആൾക്കാർക്ക് അവാർഡ് ദാനം കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഗണം എന്ന നിലയിലാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. തുടർന്നും നമ്മുടെ ഈ സേവനം നല്ല രീതിയിലും മുന്നോട്ട് പോകാനും അതേപോലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനും നമ്മൾ വാർഷികമായിട്ടും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് സഹായങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗണത്തിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ഇതിലേക്ക് തന്നെ നമ്മൾ എല്ലാവരും അവനവൻ്റെ കഴിവിനനുസരിച്ച് കൊടുത്ത പോലെ നമ്മുടെ സംഘത്തിൽ നിന്ന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി 5000 രൂപ കൊടുക്കാനൊക്കെ സാധിച്ച് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. തുടർന്നും നമ്മൾ ഇനിയുള്ള ഓരോ ഘട്ടങ്ങളിലും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും നല്ല രീതിയിൽ നമ്മുടെ ഗണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാപ്യമാക്കുകയെന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. സംഘത്തിലുള്ള എല്ലാവർക്കും അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സ്വാഗതം പറയുന്നു. പ്രസിഡന്റിന്റെ പേരിൽ ജെൻസിന്റെ വീട്ടിൽ യോഗം കൂടുകയും ഹാജരായവരും തീരുമാനങ്ങളും. പ്രാർത്ഥനയുടെ യോഗം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. സ്വാഗത സവിത ഗിരീഷ് യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം പറഞ്ഞു. റിപ്പോർട്ട് അൽഫോൺസോ ജെൻസൺ മുൻയോഗ റിപ്പോർട്ട് വായിക്കുകയും യോഗം പാസ്സാക്കുകയും ചെയ്തു. കണക്ക്: അൽഫോൺസോ ജെൻസൺ വരിസംഖ്യ 41,000, ലോൺ 1,60,60,000. ആശ ജിനീഷ് 38,400 രൂപ, ലോൺ 25,000 രൂപ. മിനി സുമേഷ് 41,500 രൂപ, 38,000 ലോൺ. എല്ലാവരുടെ ബുക്കിനകത്ത് നോക്ക്. ബുക്ക മിനിയുടെ മിനി 41,500 രൂപ, ലോൺ 38,000. സബിത 41,200 രൂപ, 17,000 രൂപ ലോൺ. സജിത 40,600 രൂപ, ബാലൻസ് അടയ്ക്കാനുള്ളത് 16,000 രൂപ. ഷിൻസി 41,400 രൂപ, വരിസംഖ്യയും ലോൺ 21,000 രൂപയും. തിയാമ്മ 40,800, 19,500. ടെസ്സി 41,200 രൂപ, അടയ്ക്കാനുള്ളത് 24,100 രൂപ. റോസ്ലി വർഗീസ് 30,500 രൂപ, വരിസംഖ്യയും 20,700 രൂപ ലോൺ. അൽഫോൺസ് അന്തോണി 41,400 രൂപ, വരിസംഖ്യയും 14,000 രൂപ അടയ്ക്കാനും. ആനി 41,400 രൂപ, വരിസംഖ്യ 19,500 രൂപ അടവ്. കൊച്ചുമറിയം 6,150 രൂപ, വരിസംഖ്യ. ഗീത 15,000 രൂപ, വരിസംഖ്യ ലോൺ 20,000 രൂപ. രജനി 7,000 രൂപ, വരിസംഖ്യ. റീന 3,500 രൂപ. ടോട്ടൽ 4,71,050 രൂപ നമ്മുടെ വരിസംഖ്യ. ലോൺ 3,64,800 രൂപ. ബാങ്ക് ബാലൻസ് 1,19,127 രൂപ 44 പൈസ. സബിത റിവോൾവിംഗ് ഫണ്ട് 15,000 രൂപ. റോസ്ലി വർഗീസ് ADS ഫണ്ട് 10,000 രൂപ. ടോട്ടൽ 25,000 രൂപ.
ടീനേജ് പിള്ളേരുകളാണ് കുശലം പറയുന്നുണ്ട് കല്യാണം ഗണത്തിൽ അപേക്ഷയാണ്. അങ്ങനെ ഗണത്തിൽ എല്ലാവരും കുശലാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്കെ തുണിക്കടയിലും ഓരോ സ്ഥലത്തൊക്കെ ജോലി ഉള്ളവരാണ്. എല്ലാ അമ്മമാരുടെയും മക്കളാണ് ഇരിക്കുന്നത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഓണസദ്യ കഴിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഓണസദ്യയൊക്കെ വെച്ച് കഴിക്കുക. ചോറ്, അവിയല്, പയറുമത്തങ്ങയും, ഇഞ്ചിക്കറി, കാളൻ, സാമ്പാർ, പായസം, പപ്പടം. പപ്പടം വലിയ കലത്തിലിരിക്കുന്നത്. അപ്പം ഇത്രയും കറികളുണ്ട്. സ്പീക്കറിനകത്ത് സമ്മർദ്ദം ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ കറികളായ കാളൻ, ഇഞ്ചിക്കറി, സാമ്പാർ, അവിയൽ, മത്തങ്ങയും പയറും, എരിശ്ശേരി, പപ്പടം, ശർക്കരവറ്റി, കായ വറുത്തത്, പായസം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണസദ്യ. അതുകൊണ്ട് ഇതല്ലേ ഇന്നത്തെ ഞങ്ങളുടെ പൂജ സഹായ സംഘത്തിൻ്റെ ഓണസദ്യ എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.